വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലും കളിസ്ഥലവും നിർമ്മിക്കുന്നതിനു വേണ്ടി നടക്കുന്ന മണ്ണെടുപ്പ് മൂലം പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ യാതൊരു സുരക്ഷാ ഭീഷണിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ അനുമതി നൽകിയതെന്നും സമീപവാസികളുടെ ആശങ്ക മൂലം മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണെന്നും ശ്രീപതി കോളേജ് അധികൃതർ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2009 ശ്രീപതി കോളേജ് പ്രവർത്തനം തുടങ്ങിയത്. 850ഓളം വിദ്യാർത്ഥികളും 150ഓളം അധ്യാപക അനധ്യാപക ജീവനക്കാരുമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും കളിസ്ഥലവും ഉണ്ടാവുക എന്നത് ചിരകാല സ്വപ്നമാണ്. ഇപ്പോൾ പുറത്ത് വാടക കെട്ടിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ലീസിനെടുത്ത സ്ഥലമാണ് കളിസ്ഥലമായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി കളിസ്ഥലവും ഹോസ്റ്റലും പണിയുന്നതിനു വേണ്ടിയാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് മണ്ണ് നീക്കാൻ കരാർ നൽകിയത്. 3 ദിവസം മണ്ണ് നീക്കിയപ്പോഴാണ് പരിസരവാസികൾ എതിർപ്പുമായി രംഗത്ത് വന്നത്. നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു. പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി 18-ന് ചൊവ്വാഴ്ച തഹസിൽദാറും മൈനിംഗ് ജിയോളജി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കും. തുടർന്ന് പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട യോഗം ചേരുന്നുണ്ടെന്നും യോഗ തീരുമാനപ്രകാരം മാത്രമേ ഇനി വികസന പ്രവൃത്തിയുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ, സിവിൽ വകുപ്പ് മേധാവി ഡോക്ടർ TS രാഹുൽ, ചീഫ് അക്കൗണ്ട് ഓഫീസർ CK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മെയിൻ ബിൽഡിംഗ് ഒഴികെ മറ്റ് സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്ലേ ഗ്രൗണ്ട് ഞങ്ങളിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ലീസിന് വാർഷിക ഫീസ് നൽകിക്കൊണ്ട് ലീസിനെടുത്തിട്ട് ഒരു സ്ഥലത്താണ് ഞങ്ങൾ കോളേജ് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ കോളേജിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പുറത്ത് കെട്ടിടം വാടക കിട്ടുന്നത്. ഇതൊക്കെ ഭീമമായ സാമ്പത്തിക ബാധ്യത കുട്ടികൾക്ക് ഞങ്ങൾക്കും വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കോളേജിന് അകത്ത് തന്നെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് 15 ഏക്കറോളം സ്ഥലം കോളേജിലുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് നിരപ്പാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മണ്ണ് പുറത്തേക്ക് പോകാതെ കൊണ്ട് അവിടെ തന്നെ കൺസ്ട്രക്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളില്ല. കാരണം ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രൗണ്ടിന് ഏകദേശം 2 ഏക്കറോളം സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ, നിരപ്പായ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിലും ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഏക്കർ സ്ഥലം നമുക്ക് നിരപ്പായി കിട്ടണമെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണ് പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ആ സമയത്താണ് ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചില കോൺട്രാക്ടർമാരെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റുമായിട്ട് അവർ ചർച്ച നടത്തി. അപ്പോൾ മണ്ണ് അവർ കൊണ്ടുപോയിക്കോളാം, നിരപ്പാക്കി മണ്ണ് അവർ കൊണ്ടുപോയിക്കോളാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയുണ്ടായി. തുടക്കത്തിൽ ഒരു 6 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺട്രാക്ടർകാർ ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്തു. കോളേജിൻ്റെ സമ്മതപത്രം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ സമ്മതപ്രകാരമാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. അത് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ സുരക്ഷാ ഭീഷണികളോ ഒന്നുമില്ലാത്ത രീതിയിൽ തികച്ചും സുരക്ഷിതമായി ആണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അതായത് നമ്മൾ ചരിവ് ഭൂമിയാണെങ്കിൽ തന്നെ അതിൽ പല സ്റ്റെപ്പുകളായിട്ട് ബെഞ്ചിങ് എന്നാണ് അതിന് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യം. അത്തരത്തിലുള്ള സുരക്ഷയോടുകൂടിയാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ 10-70ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങൾ തൊട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഭീഷണിയും സുരക്ഷാ ഭീഷണിയും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതോടൊപ്പം ഈ മണ്ണെടുപ്പ് കഴിഞ്ഞാൽ കൂടെ അതിന് വേണ്ട സുരക്ഷാ കാര്യങ്ങളിൽ ലൈക്ക് ഈ നമ്മൾ ഡ്രെയിനേജ് സൗകര്യങ്ങൾ ചെയ്യുക, അതുപോലെ പുറത്തുനിന്ന് വാഹനങ്ങൾ പോകുമ്പോൾ പുറത്ത് റോഡുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ നീക്കത്തക്ക രീതിയിൽ അത് റോഡ് റിപ്പയർ ചെയ്ത് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കോൺട്രാക്ടർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അതും നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു ഹൈവേ വികസനത്തിന് വേണ്ടിയാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജനപ്രതിനിധികളും ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ കോളേജിനെ ഈ മണ്ണെടുപ്പ് തുടങ്ങി 2 ദിവസത്തിനകം ഇവർ നാട്ടുകാരും ഈ ജനപ്രതിനിധികളും കോളേജിൽ വരികയുണ്ടായി. അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഒരു ഭീതി, ഒരു വൈകാരികമായ ഒരു തലത്തിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ ഭീതി അകറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുപ്പ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾ 3 ആഴ്ചയായി മണ്ണെടുപ്പ് നിർത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പാലക്കാട് പോയി ഞങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒറ്റപ്പാലം സബ് കളക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്കൊരു കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതിനൊരു പരിഹാരം കാണണം. അതായത് ജനങ്ങൾക്ക് മണ്ണെടുപ്പിനുള്ള സൗകര്യം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. മണ്ണെടുപ്പ് തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു. അപ്പോൾ അത് അവരുടെ പരാതികൾ എന്താണെന്നുള്ളത് കേട്ട് അവർക്കുള്ള ഭയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ സബ് കളക്ടറോട് അപേക്ഷിക്കുകയുണ്ടായി. അതും 2 ആഴ്ചക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മണ്ണെടുപ്പ് ഇപ്പം തുടർന്നിട്ടില്ല, നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നാളെ
രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളും അതുപോലെ തഹസിൽദാരും ജനപ്രതിനിധികളും കോളേജ് അധികാരികളും മണ്ണെടുപ്പ് കോൺട്രാക്ടറും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സൈറ്റ് വിസിറ്റ് നാളെ രാവിലെ കോളേജിൽ തഹസിൽദാർ പട്ടാമ്പി ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അവരാണ് ചെയ്തത്. തഹസിൽദാരുടെ ഓഫീസിൽ നിന്നാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ രാവിലെ കോളേജിൽ വന്ന് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 11:30 പട്ടാമ്പി ബ്ലോക്ക് ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ജനപ്രതിനിധികളും കോളേജ് അധികാരികളും മൈനിങ് ആൻഡ് ജിയോളജി അല്ലെങ്കിൽ തഹസിൽദാർ ഇവരുള്ള ഗവൺമെൻറ് പ്രതിനിധികളും അടങ്ങുന്ന ഒരു ചർച്ചയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചർച്ചയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങൾ മണ്ണെടുപ്പ് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യെസ് എന്നോ നോ എന്നുള്ള ഒരു വാശിയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു, അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഇനി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയിച്ചു. അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ രൂപയോടെ ഞങ്ങൾ പ്രൊഫഷണൽ ടാക്സ് ആയിട്ടും മറ്റ് നികുതി ഇനത്തിലും ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ശ്രീപതിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു വരികയാണ് ഞാൻ. അത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഗൾഫിൽ ശ്രീപതിയുടെ അലുമിനി എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ ഓരോ വർഷവും അവർ മീറ്റിംഗ് നടത്താറുണ്ട്. ഓരോ മീറ്റിങ്ങിലും 100-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ അലുമിനി മീറ്റ് എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. ഒരു തവണ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളിലാണെങ്കിലും ഞങ്ങളുടെ പരസ്യം അതാണ്. ഞങ്ങളുടെ ശ്രീപതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ പരസ്യം. മറ്റ് യാതൊരു രീതിയിൽ ഞങ്ങൾ പരസ്യമോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവട രീതിയിലുള്ള കാര്യങ്ങളോ ഞങ്ങൾ ചെയ്യാറില്ല. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മിസ്റ്റർ ഉമർ ഫറൂഖ്, അദ്ദേഹത്തിൻ്റെ മകളെ ആദ്യം കോളേജിൽ ചേർക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ 3 മക്കളും ശ്രീപതിയിൽ നിന്നാണ് ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങിയത്. ആ 3 പേരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് പോകുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ PTA പ്രസിഡന്റ് കൂടി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലെയോ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ മാനേജ്മെൻറ്റ് സാധിച്ചിട്ടുണ്ട്. വലിയ ബാധ്യത മാനേജ്മെൻറ്റിന് ഇന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കോളേജ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ 2009 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രശസ്തമായ രീതിയിൽ തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ്. ധാരാളം വിദ്യാർത്ഥികൾ, ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ 15 വർഷം കൊണ്ട് കോളേജിൽ നിന്ന് ഡിഗ്രി വാങ്ങി പുറത്തിറങ്ങി നല്ല രീതിയിൽ ജോലി പല സ്ഥലങ്ങളിലും ഇന്ത്യയിലും വിദേശത്തും വിദ്യാർത്ഥികൾ ഓരോ വർഷവും 300 പേരാണ് കോളേജിൽ ചേരുന്നത്. ഈ 300 പേരിൽ ഏകദേശം 25ഓളം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും സൗജന്യ വിദ്യാഭ്യാസം അവരുടെ +2-ന് അവരുടെ പെർഫോമൻസും അതുപോലെ അവരുടെ സാമ്പത്തിക ശേഷിയും പരിഗണിച്ച് അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തു വരുന്ന ഒരു സ്ഥാപനമാണ്. വലിയൊരു ബിസിനസ് കച്ചവടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കച്ചവടമല്ല. തുടക്കം മുതൽ തന്നെ ഇന്നിപ്പം പൊതുവേ ഈ കോവിഡിന് ശേഷം എഞ്ചിനീയറിംഗ് മേഖലയിൽ അഡ്മിഷൻ പൊതുവെ ബാധിച്ചിട്ടുണ്ട്. പൊതുവെ മിക്ക കോളേജുകളിലും അഡ്മിഷൻ കുറവാണെന്നുള്ള സാഹചര്യമാണുള്ളത്. നേരെ മറിച്ച് മുമ്പ് ഇതിൻ്റെ തുടക്കകാലത്ത് 2009, 10 അല്ലെങ്കിൽ 15, 17 വരെയുള്ള കാലഘട്ടങ്ങളിൽ എഞ്ചിനീയറിംഗ് മേഖല വളരെ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സുരക്ഷ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഫ്ലക്സ് കോളേജിൽ പല സ്ഥലങ്ങളിലും പിന്നെ വാവനൂർ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി പല രീതിയിലും കോളേജിനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കോളേജിൻ്റെ നല്ല സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകളും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും റിപ്പോർട്ടുകളായിട്ടും പോകുന്നുണ്ട്. അതുപോലെ പത്രവാർത്തകളും ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോളേജിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതിനനുസരിച്ച് സുരക്ഷയോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രക്രിയ തുടങ്ങിയിട്ടുള്ളത്. അത് അത്രയും മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത് ഇതുവരെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റാൻഡ് ഇതാണ്. അത് സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ വേര് ഇറങ്ങിയിരിക്കുമല്ലോ, അത് വെട്ടിക്കളഞ്ഞാൽ ആ വേരിലൂടെ വെള്ളം കയറും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവിടെ മരങ്ങളോ ഒന്നുമില്ല ആ ഒരു പ്രദേശത്ത്. അവിടെ കുന്ന് മാത്രമായിരുന്നു പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ ആ സോയിൽ പൈപ്പിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പ്രശ്നം ഒരിക്കലും വരുന്നില്ല. പിന്നെ ഈ മണ്ണെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ മരങ്ങളെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും പിന്നെ അതേപോലെ പ്രോപ്പർ ഡ്രെയിനേജ് സപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സ്റ്റഡി ഞങ്ങൾ ചെയ്തതിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. ഫർദർ സ്റ്റേബിളാണ്. നമ്മുടെ സിവിൽ ടെൻസി പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ട് നഗരം.